ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏതാണ്ട് 120ഓളം എപ്പിസോഡുകൾ ജീവന്റെ അപ്പം എന്ന പ്രോഗ്രാമിലൂടെ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ലക്ഷക്കണക്കിന് ആളുകളോട് ദൈവവചനം അറിയിപ്പാനുള്ള ഭാഗ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ദൈവം 3 മക്കളെ ദാനമായിട്ട് തന്നു. 3 പേരും വിവാഹിതരാണ്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യന്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മക്കളെല്ലാം ദൈവകൃപയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനത്തിൽ ഒരു മനുഷ്യന്റെ അനുഗ്രഹത്തെക്കുറിച്ച്, ഒരു കുടുംബത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. എന്തോ അനുഗ്രഹം? അവന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയായിട്ടിരിക്കും. അടുത്ത അവന്റെ അനുഗ്രഹം, അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. പല കുടുംബത്തിലെയും മക്കള് ഒലിവ് തൈയല്ല, ചെറുതനമാണ്. ചെറുതനം പോലുള്ള പിള്ളേർ ഉള്ള പല വീടുകളുണ്ട്. അവർ മുഖാന്തരം അപ്പന്മാരുടെ അമ്മമാരുടെ ജീവിതത്തിന്, കുടുംബത്തിന്, ശുശ്രൂഷയ്ക്ക് അപമാനം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ദൈവം തന്ന 3 മക്കളും ദൈവകൃപയിൽ നിലനിൽക്കുന്നു. എൻ്റെ ശുശ്രൂഷയ്ക്ക് യാതൊരു അപമാനവും അവർ ഇന്നുവരെ വരുത്തിയിട്ടില്ല. അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകൾ, ദൈവം കൊടുത്തിട്ടുള്ള അവസരങ്ങൾ, ധനമെല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള, അഭിമാനമുള്ള കാര്യമാണ്. ദൈവത്തോട് അക്കാര്യത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന എൻ്റെ ഇളയ മകൻ്റെ ഭാര്യയാണ്. എനിക്ക് 2 ആൺമക്കളും 1 മകളുമാണ് ഉള്ളത്. 3 പേരും വിദേശത്താണ്. ഇളയ മകൻ്റെ മകള് ഞങ്ങളോടൊപ്പം 1 വർഷമായിട്ട് ഞങ്ങളോടൊപ്പം പാർക്കുന്നുണ്ട്. എൻ്റെ ഇളയ മകൻ്റെ ഭാര്യ സ്റ്റെഫിനാണ് ഇന്ന് നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. സ്റ്റെഫിൻ ആദ്യമായിട്ടാണ് TV-യിലൂടെ സംസാരിക്കുന്നത്. എന്നാൽ സ്റ്റെഫിന് ദൈവം കൊടുത്തിട്ടുള്ള കൃപ, താലന്ത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുമ്പോൾ അത് അനേകർക്ക് ആശ്വാസമായി, വിടുതലായും തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സ്റ്റെഫിൻ തോമസ്. ഞാൻ ഒരു ക്നാനായ ജാക്കോബൈറ്റ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 18 വർഷക്കാലം ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട വിശ്വാസത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. എന്നാൽ യഥാർത്ഥ രക്ഷ എന്തെന്നും രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആ കാലങ്ങളിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പെന്തിക്കോസ് വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കത്തക്ക ഒന്നായിരുന്നില്ല. 12th ശേഷം ഒരു എഞ്ചിനീയർ ആകണമെന്ന ആഗ്രഹത്തോടു കൂടി എൻട്രൻസ് എഴുതുവാനും മെറിറ്റ് ലിസ്റ്റിൽ കേരളത്തിലെ ഒരു പ്രമുഖ കോളേജിൽ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വരുവാനും ദൈവം ഇടയാക്കി. എന്നാൽ ഇരമ്യാവ് 1:5 നാം വായിക്കുന്നത് പോലെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിനു മുമ്പേ എൻ്റെ ദൈവം എന്നെ അറിഞ്ഞു. തന്റെ കൃപയാൽ എന്നെ വിളിച്ചിരുന്ന ദൈവത്തിന് എന്നെ പറ്റിയുള്ള പദ്ധതി വളരെ വ്യത്യസ്തമായിരുന്നു. അങ്ങനെ ദൈവഹിതപ്രകാരം, ദൈവ പദ്ധതി പോലെ തന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ചേരുവാൻ ഇടയായി. എന്നാൽ ഇപ്പോഴും ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ആൻസർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ, ഒരു വലിയ വാഗ്ദാന നിവർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കോളേജിൽ ചേരുന്നത്. ഒരു ഹിന്ദു കോളേജ് ആയിരുന്നുവെങ്കിൽ കൂടി എല്ലാ ദിവസവും അവിടെ ഹോസ്റ്റലിൽ പ്രെയർ മീറ്റിംഗ് നടന്നു വന്നിരുന്നു. അങ്ങനെ ആദ്യ ദിവസം തന്നെ എൻ്റെ കർത്താവ് എൻ്റെ മനസ്സോട് ഇടപെടുവാനും
പ്രയർ മീറ്റിംഗിൽ പോയി ഫ്രണ്ട്സുമായി സംബന്ധിപ്പാനും ദൈവം ഇടയാക്കി. അതെന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു. വീട്ടിൽ നിന്നൊക്കെ അനേകം എതിർപ്പുകൾ വന്നെങ്കിൽ പോലും എന്റെ ദൈവം ഓരോ ദിവസവും കഴിയുന്തോറും ആ ദൈവസ്നേഹത്തിൽ എന്നെ തന്നെ ഉറപ്പിച്ചു. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കഴിഞ്ഞു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു എന്റേത്. അങ്ങനെ ഇരിക്കെയാണ് എന്റെ മാതാവിന് സെർവിക്കൽ റെഡിക്കുലോപ്പതിയായി ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനുശേഷം എന്റെ പിതാവ് ഗൾഫിൽ നിന്ന് തിരികെ വരികയും മാതാവിനെ ശുശ്രൂഷിപ്പാനും 2 വർഷക്കാലം മാതാവിനെ നല്ലതായിട്ട് ശുശ്രൂഷിപ്പാൻ ദൈവം പിതാവിനെ ബലപ്പെടുത്തി. എന്റെ സഹോദരന് 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ കാലങ്ങളിൽ വളരെയധികം കഷ്ടപ്പാടിനാലും പ്രയാസങ്ങളാലും ഒക്കെ ഭാരപ്പെട്ടപ്പോഴും സകലത്തെയും കവിയുന്ന ഒരു ദൈവിക സമാധാനത്താൽ എന്റെ ദൈവം എന്നെ നിറച്ചു. അങ്ങനെ കുടുംബമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും രക്ഷിക്കപ്പെടുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്നാൽ 2012 ജനുവരി മാസം എന്റെ മാതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്കിൽ പോലും ഞാൻ രുചിച്ചറിഞ്ഞ ആ സത്യദൈവത്തിൽ തന്നെ ഉറച്ചു വിശ്വസിപ്പാനും 19ാമത്തെ വയസ്സിൽ സ്നാനമേൽപ്പാനും ദൈവം എന്നെ ഇടയാക്കി. ആ ഒരു വലിയ നഷ്ടത്തിന്റെയും നിന്ദകളുടെയും ഒക്കെ നടുവിലും ഈ ലോകത്ത് നമ്മെ ആരൊക്കെ കൈവിട്ടാലും, ഈ ലോകത്ത് നമ്മെ ആരൊക്കെ ഉപേക്ഷിച്ചാലും, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവിക സ്നേഹത്താൽ ഓരോ ദിവസവും എന്റെ ദൈവം എന്നെ ഉറപ്പിച്ചു. എന്നോടുള്ള വാഗ്ദത്തം പോലെ തന്നെ ദൈവം എനിക്ക് ഇരട്ടിയായി പകരം നൽകി. സെഖര്യാവ് 9:12 നാം വായിക്കുന്നു, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. എനിക്കൊരു മാതാവിനെ തന്നു, 2 സഹോദരിമാരെ തന്നു. എന്റെ വിലാപത്തെ എന്റെ ദൈവം നൃത്തമാക്കി തീർത്തു. കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങി എന്റെ ഭാവി എന്തായിത്തീരും എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നവരുടെയൊക്കെ മുൻപിൽ എന്റെ ദൈവം ഞാൻ ചോദിച്ചതിലും നനച്ചതിലും ഒക്കെ അത്യന്തം പരമായി തക്ക സമയത്ത് തക്ക തുണയെ തന്ന് മാനിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന്റെ അംഗമാകുവാൻ ദൈവം എന്നെ ഇടയാക്കി. എന്റെ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. എന്നാൽ വിശ്വസ്തയോടുകൂടി എന്റെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഉൽപ്പത്തി 32:10 യാക്കോബിനോട് ചേർന്ന് എനിക്കും പറയുവാൻ സാധിക്കും, എന്റെ യഹോവ എന്നോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു യോഗ്യതയില്ലായിരുന്നിട്ടും ഇത്രത്തോളം എന്നെ ദൈവത്തിന്റെ ഒരു പാത്രമാക്കി എടുത്തുപയോഗിച്ചതോർത്ത് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും അന്നു മുതൽ ഇന്ന് വരെ ആ ദൈവകൃപയിൽ ദൈവം എന്നെ നടത്തുന്നു. ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ നാം കാണുന്ന ഒരു വിഷയമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകൾ. അത് ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, ഒരു പ്രയാസങ്ങളായിരിക്കാം, നഷ്ടപ്പെടലിന്റെ അനുഭവമായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു തോൽവിയായിരിക്കാം, തകർച്ചയായിരിക്കാം. ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ഓരോരുത്തരും. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് സ്വീകരണത്തെക്കാൾ തിരസ്കരണവും പൊൻകിരീടത്തെക്കാൾ മുൾമുടിയും സ്നേഹിക്കുന്നവരെക്കാൾ നിന്ദിക്കുന്നവരെയും മാനത്തേക്കാൾ അപമാനവുമാണെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രയാസങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു, ആരുടെ പാപം നിമിത്തമാണ്, ഇവന്റെയോ അതോ അവന്റെ അമ്മയപ്പന്മാരുടെ പാപം നിമിത്തമാണോ അവൻ രോഗിയായി തീർന്നത്? അതിന് യേശു പറയുന്നു, ആരുടെയും പാപം നിമിത്തമല്ല, ദൈവപ്രവൃത്തി അവനിൽ കൂടി വെളിപ്പെടുവാൻ വേണ്ടിയാണ് അവൻ രോഗിയായി തീർന്നത്. എന്നാൽ മറ്റു ചിലത് നമ്മുടെ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റു ചിലത് സംഭവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം ബെഥെസ്ദ കുളക്കടവിൽ 38 വർഷം രോഗിയായിരുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ യേശു ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന്റെ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് അവൻ രോഗിയായി തീർന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച് ഗദരദേശത്ത് നാം ഒരു മനുഷ്യനെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദുഷ്ട പിശാചിന്റെ പ്രവൃത്തി നിമിത്തമാണ് അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടതകൾ.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ദൈവത്തോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കുന്നത്. കഷ്ടതയാകുന്ന ശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് പലർക്കും നമ്മുടെ ജീവിതം യഹോവയിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 33 വാക്യം നമ്മെ ഇപ്രകാരം ബലപ്പെടുത്തുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെട്ടിരിപ്പിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, എന്റെ ദൈവമേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ മറുതലിക്കുകയും മറുത്ത് ചിന്തിക്കുകയും ചെയ്യാതെ, എന്റെ ദൈവം അനുവദിച്ചിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല എന്നോർത്ത് അതിനെ മറികടക്കാനാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് അർത്ഥശൂന്യമായി തോന്നാറുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും പിന്നിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 7 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ തലയിലെ മുടി വരെ എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ ദൈവമക്കളെ, നമ്മുടെ സൃഷ്ടാവാം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി വരെ പൊഴിയണമെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ പറ്റി ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന കഷ്ടതകൾ, ഏതൊക്കെ പ്രതികൂല അവസ്ഥകൾ കൂടി നാം കടന്നു പോയാലും അതിനൊരു പോംവഴിയും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ചില കഷ്ടതകൾ നമ്മൾ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്, ദൈവനാമ മഹത്വം നമ്മൾ കൂടെ എടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുകയും നമ്മൾ തിരിച്ചു ചോദിക്കുകയും ചെയ്ത് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ ഒരു സബ്മിസീവ് നേച്ചർ കാണിച്ചാൽ വലിയ ദൈവ അത്ഭുതം, വലിയ ദൈവ പ്രവൃത്തി നമ്മളിൽ കൂടി ദൈവം ചെയ്തെടുക്കും. അങ്ങനെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും വേദനകളുടെ നടുവിലും തന്നെ ദൈവത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരാളാണ് ഇയ്യോബ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരാളാണ് ഇയ്യോബ്. ഇയ്യോബിനെ പറ്റി വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം സാക്ഷിക്കുന്നു: ഇയ്യോബ് നിഷ്കളങ്കനും നിർമ്മല ഹൃദയമുള്ളവനും ദോഷം വിട്ടകന്നവനും ദൈവഭക്തനുമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഇയ്യോബ് നേരിട്ടിട്ടുള്ള കഷ്ടതകൾ അത്ര ഇന്റൻസിറ്റിയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും നേരിട്ടിട്ടില്ല. ഇയ്യോബിന്റെ പുസ്തകം 3 അധ്യായം മുതൽ 37 അധ്യായം വരെ നാം വായിക്കുമ്പോൾ ദൈവം ഇയ്യോബിൽ നിന്ന് അകന്നു നിന്നിരുന്നു. എന്നാൽ ഇയ്യോബിന്റെ നിലവിളിക്ക് മറുപടി കൊടുക്കാഞ്ഞിട്ടല്ല, ഇയ്യോബിനെ പറ്റി ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും എല്ലാം തകർന്ന അവസ്ഥയിലും ഇയ്യോബ് ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് ദൈവത്തിന്റെ മുറുകെ പിടിച്ചതിന്റെ ഫലമായിട്ട് ദൈവം ഇയ്യോബിന് ഇരട്ടി നന്മ കൊടുത്ത് മാനിച്ചു. നമുക്ക് എത്ര പേർക്ക് ഇയ്യോബിനെ പോലെ പറയുവാൻ സാധിക്കും? എല്ലാം നഷ്ടപ്പെട്ടതിന്റെ അവസ്ഥയിലും കഷ്ടങ്ങളുടെ നടുവിലും ഇയ്യോബിനെ പോലെ നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും: എന്റെ കർത്താവെ, എന്നെ ഒന്ന് ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. സകലതും നഷ്ടപ്പെട്ട് നമ്മുടേതായതെല്ലാം തീരുന്ന അവസ്ഥയിലാണ് ദൈവം നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 5, 6 വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. അതെ ദൈവമക്കളെ, ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിനെ സ്വന്തം കണ്ണാൽ ഒന്ന് കാണുവാൻ വേണ്ടിയാണ്. നമ്മൾ മുഖാമുഖം ദൈവത്തോടൊന്ന് അടുത്തു വരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കഷ്ടതകളാകുന്ന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, കഷ്ടതകൾ നിന്നെ തകർക്കുവാനല്ല, മറിച്ച് ഒരു വലിയ ദൈവ പ്രവൃത്തി നമ്മളിൽ കൂടി വെളിപ്പെടുവാൻ വേണ്ടിയാണ്, ഒരു വലിയ ദൈവ പദ്ധതി നമ്മളിൽ കൂടി ഉളവാകാൻ വേണ്ടിയാണ്. നമ്മുടെ വിചാരങ്ങൾ അല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. എല്ലാത്തിനും ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. യെശയ്യാവിനോട് യഹോവ അരുളി ചെയ്യുന്നത് പോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും മീതെ ഉയർന്നിരിക്കുന്നു. ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ട്. എന്നാൽ ദൈവം താൻ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇപ്പൊ നമുക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരിക്കാം, ഇപ്പൊ നമ്മൾ ഒരു തിന്മയായിരിക്കാം, പക്ഷെ ആ തിന്മയും അനുഗ്രഹമാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്.
അതുകൊണ്ട് ഏത് പ്രതികൂലാവസ്ഥയിലും നമ്മളെ ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തെ കൈവിടാതെ, എൻ്റെ ദൈവമേ, നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന ഈ പ്രശ്നമെന്ന് ചിന്തിച്ചുകൊണ്ട് നാം ഓരോ ദിവസവും ദൈവത്തിനു വേണ്ടി ജീവിക്കണം. മോശയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ മോശയുടെ ജീവിതത്തെ പറ്റി ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. മിസ്രൈം ജീവിതം അവനെ ഒരു യോദ്ധാവോ ജ്ഞാനിയോ ആക്കിയിരുന്നേനെ. എന്നാൽ എബ്രായർ 11:25 നാം ഇങ്ങനെ വായിക്കുന്നു: ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അങ്ങനെ മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്ത് മോശ ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ദൈവം അവനെ ഇസ്രയേൽ മക്കളെ വിടുവിക്കുന്ന വലിയൊരു ശുശ്രൂഷകനാക്കി തീർത്തു. എന്നാൽ വെറുതെ അല്ല, 40 വർഷം മരുഭൂമിയിൽ കൂടി മോശയെ ദൈവം പരിശീലിപ്പിച്ചു. ഉൽപ്പത്തി 37 മുതൽ 50 വരെ നാം വായിക്കുമ്പോൾ യോസേഫിന്റെ ജീവിതത്തെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു ക്യാരക്ടറാണ് യോസെഫ്. ആ ഒരു യോസേഫിനെ ദൈവം പണിയുവാൻ വേണ്ടി ഫസ്റ്റ് ദൈവം ചെയ്തതെന്ന് വെച്ചാൽ യോസേഫിനെ അവന്റെ കംഫോർട്ട് സോണിൽ നിന്ന് താഴെ ഇറക്കുകയായിരുന്നു. മിസ്രൈമിലെ മേലധികാരിയാക്കണമെങ്കിൽ പൊട്ടക്കിണറിന്റെ അനുഭവം, കുണ്ടറയുടെ അനുഭവം അവന്റെ ജീവിതത്തിൽ ദൈവം അതിൽ കൂടൊക്കെ യോസേഫിനെ കടത്തിവിട്ടു. എന്നാൽ അവിടെ കിടന്ന് നിലവിളിച്ചപ്പോഴും യോസേഫിന് ദൈവം മൗനമായിരുന്നു. നമ്മുടെ ചില അവസ്ഥകളിൽ, നമ്മുടെ ചില സന്ദർഭങ്ങളിൽ നാം ദൈവ സന്നിധിയിലിരുന്ന് കരയുമ്പോൾ നമുക്ക് മറുപടി കിട്ടിയെന്ന് വരില്ല ദൈവമക്കളെ. എന്നാൽ ദൈവം അത് കേൾക്കാത്തത് കൊണ്ടല്ല, വലിയൊരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. യോസേഫ് ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ യോസേഫിന് പറയുവാൻ സാധിക്കും: കർത്താവെ, അന്ന് ഞാൻ കുണ്ടറയിൽ കിടന്നതിനും അന്ന് ഞാൻ പൊട്ടക്കിണറ്റിൽ കിടന്നതിനും നന്ദി. അതുകൊണ്ട് ഞാൻ ഈ ഒരു നിലയിലായത് അന്ന് എന്നെ ചിലതിൽ കൂടെ കടത്തിവിട്ടതിന്റെ ഫലമായിട്ടാണ്. ഇയ്യോബിന്റെ നഷ്ടം ഒരു ഇരട്ടി പ്രതിഫലത്തിന് കാരണമായെങ്കിൽ, ഒരു യോർദാൻ കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപേ വന്നെങ്കിൽ, ഒരു സാറാഭാത്തിലെ വിധവ തന്റെ സമൃദ്ധിക്ക് തൊട്ടു മുൻപേ ഒരപ്പത്തിനുള്ള മാവുമായി കരഞ്ഞെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്ന പ്രയാസം, നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്ന കഷ്ടം നിന്നെ തകർക്കുവാനല്ല, മറിച്ച് ഇരട്ടി നന്മയിലേക്ക്, ഒരു വലിയ വിടുതലിലേക്ക്, ഒരു പുതിയ ദൈവിക സമാധാനത്തിലേക്ക് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ വേണ്ടിയാണ്. ഇയ്യോബിൻ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം സദാകാലത്തേക്കും നമ്മെ ഒരു കഷ്ടത്തിലാക്കി വെക്കില്ല. ആ കഷ്ടതയോടുകൂടി ദൈവം പോക്കുവഴിയും ഉണ്ടാക്കും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നാം ദൈവത്തോടുകൂടി കഷ്ടം സഹിച്ചാൽ ദൈവത്തോടുകൂടി തേജസ്കരിക്കപ്പെടും. അതുകൊണ്ട് കഷ്ടതയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും എത്ര ഭാരത്തോടെ നമ്മൾ ആയിരുന്നാലും അതിനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ നമ്മൾ ദൈവഹിതമെന്നറിഞ്ഞ് അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ദൈവമക്കൾക്കുണ്ടാകുന്ന കഷ്ടതകൾ ദൈവം അറിഞ്ഞും ദൈവഹിതപ്രകാരവും ദൈവം അനുവദിച്ചിട്ടും ഉണ്ടായതാണെന്ന് വിശ്വസിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഷ്ടതയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, താഴ്മയ്ക്ക്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്തു. നമുക്ക് ഈ ലോകത്തിൽ ഭൗതിക നന്മകൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മെ തന്നെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയാണ് ചില കഷ്ടതകളിൽ കൂടി ദൈവം നമ്മെ കടത്തിവിടുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യെശയ്യാവ് 64:8 നാം ഇങ്ങനെ വായിക്കുന്നു: നീയോ മെനയുന്നവനാവുന്നു, ഞാൻ കളിമണ്ണാവുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ കളിമണ്ണായിട്ട്, നമ്മെ തന്നെ വെറും പൊടി എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം വലിയ പ്രവൃത്തി നമ്മൾ കൂടി ചെയ്തെടുക്കും. രണ്ടാമതായി, സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിന്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും,
എന്റെ കർത്താവെ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു സ്റ്റെപ്പൂടെ നിന്നിലേക്കൊന്ന് അടുക്കുവാൻ അതിനൊരു മുഖാന്തരമായി, എന്റെ സുവിശേഷത്തിന്റെ ഒരു മുന്നേറ്റത്തിന് അത് കാരണമായി എന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? മൂന്നാമതായി, അധിക ഫലം നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: കായ്ക്കേണ്ടതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ചിലതിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിട്ട് നമ്മെ ഒന്ന് ചെത്തി വെടിപ്പാക്കി ദൈവത്തിന് ഉതകുന്ന വണ്ണം, ദൈവത്തിന് തന്റെ സൃഷ്ടിക്കും തന്റെ സ്വരൂപത്തിനും ആക്കി നമ്മളെ തീർക്കുകയാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മെ ഒന്ന് ആക്കി തീർക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കുശവൻ ഒരു പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് കുശവൻ ഒരു ഐഡിയ ഉണ്ട്, ആ ഒരു വെസൽ എങ്ങനെ ആയിരിക്കണമെന്ന്. എന്നാൽ ആ ഒരു കുശവന്റെ മുമ്പിലുള്ള ആ പാത്രം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കുശവൻ ആ വീലിൽ കൂടിയിട്ട് ആ പാത്രം കറക്കിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാം കറങ്ങുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ അതിന്റെയൊക്കെ ഒടുവിൽ ദൈവത്തിന് ഉതകുന്ന ഒരു പാത്രമാക്കി ദൈവം നമ്മെ തീർക്കുകയായിരിക്കും. ഒരു ബ്യൂട്ടിഫുൾ വെസലാക്കി ദൈവം നമ്മെ ആക്കുകയായിരിക്കും. നാലാമതായി, സഹിഷ്ണുത പരിശോധിക്കുന്നു. റോമർ 5:3 നാം ഇപ്രകാരം വായിക്കുന്നു: കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അഞ്ചാമതായി, ദൈവഹിതം അറിയുന്നതിന്. സങ്കീർത്തനം 119-ാം അധ്യായം 71-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിൽ ആയിരിക്കുന്നത് എനിക്ക് ഗുണമായി. അനേകരെ ദൈവം പണിയുന്നത് കഷ്ടതയുടെ നടുവിലാണ്. ചിലപ്പോൾ ചിലതിൽ കൂടെ ദൈവം നിന്നെ കടത്തിവിടുന്നത് ദൈവത്തിന്റെ ചട്ടങ്ങൾ ഒന്ന് നേരാവണ്ണം നീ പഠിപ്പാൻ വേണ്ടിയായിരിക്കും. ആറാമതായി, വിശ്വാസം അനുസരണം പരിശോധിക്കുന്നു. നമുക്കെല്ലാം സുപരിചിതമായ ഒരാളാണ് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യം നാം വായിക്കുമ്പോൾ അബ്രഹാം തന്റെ മകനെ ബലി കഴിക്കാൻ വേണ്ടി മോറിയ മലയിൽ കൊണ്ടുവന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ച് അതിനെ മറുതലിക്കുകയും അതിനെ തിരിച്ചു ചോദിക്കുകയും ചെയ്യാതെ ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ചതിന്റെ ഫലമായി അബ്രഹാമിനെ ദൈവം ബഹുജാതികളുടെ പിതാവാക്കി തീർത്തു. ഏഴാമതായി, കഷ്ടതകളിൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. 1 പത്രോസ് 5:10 നാം ഇങ്ങനെ വായിക്കുന്നു: അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അതെ ദൈവമക്കളെ, നമ്മൾ എന്തിക്കൂടൊക്കെ കടന്നു പോയാലും ദൈവം തക്ക സമയത്ത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി അവിടെ ശക്തീകരിച്ചു നിർത്തും. എട്ടാമതായി, കഷ്ടത അല്പകാലത്തേക്കും തേജസ് ദീർഘകാലത്തേക്കും ഉള്ളത്. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നാം കഷ്ടത സഹിക്കും, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും. എന്നാൽ അത് അല്പകാലത്തേക്ക് മാത്രമുള്ളൂ. എന്നാൽ നമ്മുടെ തേജസ്, വരുവാനുള്ള തേജസ് ദീർഘകാലത്തേക്കുള്ളതാണ്. ദൈവത്തോടുകൂടി കഷ്ടത സഹിച്ചാൽ നാം ദൈവത്തോടു കൂടെ വാഴുവാൻ സാധിക്കും. 2 തീമോത്തിയോസ് 2:12 നാം ഇങ്ങനെ വായിക്കുന്നു: അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ദൈവത്തിനു വേണ്ടി നാം കഷ്ടം സഹിച്ചാൽ, ദൈവത്തിനു വേണ്ടി നാം അനുഭവിച്ചാൽ നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടും. അടുത്തതായി, ശുദ്ധീകരണം ലഭിക്കുന്നു. ഒരു വെള്ളി ഊതിക്കഴിക്കും പോലെ നമ്മെ ഒന്ന് ഊതിക്കഴിച്ച് ദൈവത്തിന് ഉതകുന്ന രീതിയിൽ നമ്മെ ഒന്ന് ആക്കി തീർത്ത് ഒരു പൊന്നുപോലെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായില്ലെങ്കിലും, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയെങ്കിലും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായില്ലെങ്കിലും, നിലങ്ങളിൽ ആഹാരം വിളഞ്ഞില്ലെങ്കിലും, ഏതൊരു പ്രതികൂല അവസ്ഥയിലും, എല്ലാം നമ്മുടെ നെഗറ്റീവ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അതിന്റെ എല്ലാം മധ്യത്തിലും നാം യഹോവയിൽ ആനന്ദിച്ച ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ. അതുകൊണ്ട് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ എനിക്ക് കൂട്ടാളിയായി ഉണ്ടെന്ന് ചിന്തിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ തന്ന അവസരത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. കഷ്ടതയിലൂടെ ഒക്കെയായിരിക്കും ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവമേ, ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ എന്തിങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നതെന്ന്. എന്നാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, എന്റെ ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് ഓരോന്നിനും
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഏതൊരവസ്ഥയ്ക്കും ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ദൈവമേ, ഇപ്പോൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ ദൈവം സൗഖ്യമാക്കുമാറാകണേ. അനേക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരൊക്കെ ദൈവം അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അങ്ങ് കൂടെ ഇരിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും വേണ്ടുന്ന ദൈവകൃപയാൽ ഓരോരുത്തരെ അങ്ങ് വഴി നടത്തുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ അടിയങ്ങളെ താഴ്ത്തുന്നു. ഈ കേട്ട ദൈവവചനത്തിൽ അടിയങ്ങളെ ഒരു ആവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്ന പിതാവേ. ഏത് കഷ്ടതയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും എന്റെ ദൈവത്തെ നോക്കി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാണേ. ഓരോ ദിവസവും അടിയങ്ങളെ നടത്തുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479241981 960-552-1715.